ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മത്തിക്കിപ്പോൾ പൊള്ളുന്ന വിലയായതുകൊണ്ടൊന്നുമല്ല കേട്ടോ. മത്തി ഇങ്ങനെ വാഴയിലയിൽ പൊള്ളിച്ചെടുത്താൽ വളരെ നല്ല രുചിയാണ് കേട്ടോ. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ 6 വലിയ മത്തി ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാനായിട്ട് 5-8 ചുവന്നുള്ളിയും അത്ര തന്നെ വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 1/2 ടീസ്പൂൺ കുരുമുളകും ഒരു വറ്റൽമുളകും കൂടെ എടുത്ത് ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരണം. അതിന് മുമ്പായിട്ട് കഴുകി വൃത്തിയാക്കിയ മത്തിയിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ അരച്ചു കൊണ്ടുവന്നിട്ടുള്ള അരപ്പും കൂടെ ഇട്ട് ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമ്മളിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായി ചൂടാവുമ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മത്തി ഇതിലേക്കിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വല്ലാതെ മുരിഞ്ഞു പോവാതെ വേണം ഈ മത്തി നമുക്ക് ഫ്രൈ ചെയ്യാൻ. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതേ കടായിലേക്ക് തന്നെ നമുക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളി കൂടെ ചെറിയ പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 ചുവന്നുള്ളിയാണ് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിടാൻ മറക്കരുതേ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അരപ്പിൻ്റെ ബാക്കി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. പുളിക്കായിട്ട് ഞാനൊരു വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞ ശേഷം ഇതിലേക്ക് ആ തക്കാളി കഷ്ണങ്ങളും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് വല്ലാതെ കൂടി പോവാതെ ശ്രദ്ധിക്കണേ. ഇനി എരിവിന് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വാഴയില വെട്ടിക്കൊണ്ടുവന്ന് ഇത് ആ ഫ്ലെയിമിൽ വെച്ച് വാട്ടിയെടുക്കണം. ഇനി നമ്മുടെ ഇപ്പോൾ തയ്യാറാക്കിയ ആ അരപ്പിൻ്റെ പകുതി എടുത്ത് ഈ വാഴയിൽ ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഇനി ആ അരപ്പിൻ്റെ മേലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മത്തി ഇതുപോലെ നിരത്തി വെക്കണം. ഇനി ബാക്കിയുള്ള അരപ്പ് ഈ മീനിൻ്റെ മേലെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വാഴയില മടക്കി ഒരു പൊതിയാക്കി എടുക്കണം. ഒരു വാഴയിലയുടെ നാര് കൊണ്ട് തന്നെ ഇത് നമുക്ക് കെട്ടി ഇതുപോലെ ആക്കിയെടുക്കണം. ഇനി ഇതൊരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഇത് ഇതുപോലെ വെച്ച് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം ഒരു സൈഡ് നമ്മൾ വേവിച്ചെടുക്കണം. മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ള ഫ്ലെയിം ആക്കി വെക്കണം. ഇനി അതുപോലെ തന്നെ 5 മിനിറ്റ് അത് മറിച്ചിട്ട ശേഷവും ഇതുപോലെ മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നമ്മളെടുത്ത് തുറന്ന് നോക്കിയാൽ നല്ലൊരു പൊള്ളിച്ച മീൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് നാരങ്ങ നീരും കൂടെ നമുക്ക് അവസാനമായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇത് ചോറിൻ്റെ കൂടെയെല്ലാം വളരെ ടേസ്റ്റാണ് കേട്ടോ. മത്തി മാത്രമല്ല അയലയും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. കരിമീനെല്ലാം ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.